വെൽക്കം മൈ ചാനൽ. ഞാൻ ഇന്നൊരു കൊഞ്ച് തീയൽ വെക്കാൻ പോകണം. കൊഞ്ചിൻ്റെ തീയൽ അതാണ്ട പ്രോൺസ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കാം. പ്രോൺസാണ് കേട്ടോ. ഞാൻ 1 കിലോ പ്രോൺസ് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. 1 കിലോ പ്രോൺസ് ആയത്. അപ്പം ഞാനത് തീയൽ കറി വെക്കാൻ പോകും. തീയൽ പ്രോൺസ് ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കാം. ഞാൻ രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. ഇതൊക്കെ വേണമെന്ന് നോക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ ഇട്ടിടാമോ നമുക്ക് സവാള അരിഞ്ഞിട്ട്, സവാളയും കൊച്ചുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചിയൊക്കെ കൂടി അരിഞ്ഞ് വെച്ചേക്കണം. അടുത്തത് നമ്മളിടുന്ന പോലെ സവാള ഇടണം. സവാള ഇട്ടിട്ട് സവാള ഇട്ട് വഴറ്റണം. സവാള വഴഞ്ഞ് വരുമ്പോൾ സവാള ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടുണ്ട്. ഒരു 3 തുള വെളുത്തുള്ളി, ഒരു സവാള. ഇതിന് വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. സവാള ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ക്യാപ്സിക്കവും പച്ചമുളക്, ഇഞ്ചിയൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചേക്കണം. അതെല്ലാം കൂടി ഒരുമിച്ചെന്നിട്ടാണ് അത് വഴറ്റി വരണം. അത് വഴയുമ്പോഴത്തേക്ക് പിന്നെ വേണ്ട സാധനങ്ങൾ വേപ്പില. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, വേപ്പില, കരിവേപ്പില ഒരെല്ലാം ഇടണം. ഞാൻ കരിവേപ്പില കുറച്ച് അധികം ഇടും. പിന്നെ ഇനി അതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണ് നോക്കി. 1 സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ഗരം മസാല ഇട്ടാൽ മതി. ഗരം മസാല ഇടുമ്പോൾ നമ്മൾ പിന്നെ പെപ്പർ ഇടേണ്ട ആവശ്യമില്ല. ഗരം മസാലയിൽ പെപ്പർ അധികം ഉള്ളതാണ്. അതും കൂടി ഒന്ന് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതുകൂടാതെ നമ്മൾ 2 വെള്ളം കുടംപുളി ഇടണം. അതിന് വെച്ചാൽ അത് മധുരപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇത് തേങ്ങ വറുത്തരച്ച് വെച്ചേക്കണം. ഞാൻ ഒരുമിച്ച് വറുത്തരച്ച് ഫ്രിഡ്ജ് വെക്കണം. അതിൽ നമുക്ക് ആവശ്യമുള്ള വറുത്തരയാണ് വേണ്ടത്. ഒരു തേങ്ങ വറുത്തരച്ച് വെച്ചേക്കണം. അത് നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്ക് ഒരു തവി അരച്ചതിട്ടാൽ മതി. അതാണല്ലോ തീയലിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കണം. ഇതാണ് കേട്ടോ. അത് ഇപ്പം തന്നെ ഞങ്ങൾ വറുത്തരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കണം. അത് വരച്ച് കഴിയുമ്പോൾ ഇനി നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. പൊടികളെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് വേപ്പില, ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രോൺസിൽ ഉപ്പിട്ട് വെച്ചിരിക്കണം കേട്ടോ. ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് വെച്ചിരിക്കണം. ഹെൽപ്പ് ചെയ്യണ ചേച്ചി എനിക്ക് ക്ലീൻ ചെയ്ത് തന്നിട്ട് അത് പോയതാണ്. പിന്നെ വറുത്തര നമുക്ക് ആവശ്യമുള്ള അവസാനം ഇറക്കാറാകുമ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അത് ഒരുപാട് നേരം വറുത്തര കിടന്ന് വേണ്ടാ കൊള്ളത്തില്ല. തേങ്ങ വറുത്തര. ഈ ആവശ്യത്തിന് ഗരം മസാല ഇടണം. അതൊരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 കിലോയ്ക്കാകുമ്പോൾ ഒരു വലിയ സ്പൂൺ 1 സ്പൂൺ ഇടണം. നല്ല സ്വാദ് കിട്ടും. അതിലിട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ അതിലേക്ക് ഇനി നമ്മൾ ചെയ്ത ചൂടുവെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ബാക്കി നമ്മൾ ഇത് വറുത്തരച്ചേക്കണതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ. അത് ഇടുമ്പോൾ പാകത്തിനിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ പ്രോൺസും കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പ്രോൺസ് വേണ്ട ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. വേഗം പണി. ഇനി ഇത് വെന്ത് കുറി വരുമ്പോൾ
ഇറക്കാറാവുമ്പോഴത്തേക്ക് നമ്മൾ ആ വറുത്തരി അങ്ങ് യോജിപ്പിച്ചാൽ മതി കേട്ടോ. 15 മിനിറ്റ് വേകണം കേട്ടോ, കാരണം ഇത് പൊഴുങ്ങാത്ത പ്രോൺസാണ്. ഇനി നമ്മൾ ഇറക്കാറാകുമ്പോൾ വറുത്തര അതിലോട്ട് ഒരു 2 ചെറിയ തവിന് 2 തവി ഇട്ട് കൊടുക്കണം. അതാണ് പ്രോൺസ് തീയൽ കേട്ടോ. അടിപൊളി കറി, എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. തീയൽ സാധാരണ വെക്കാറില്ല, ചാപ്സാണ് കൂടുതൽ എല്ലാവരും വെക്കണം. നന്നായിട്ടുണ്ട്. ഇനി അത് വെന്ത് ഒരു 15 മിനിറ്റ് കുക്കാവാനുള്ളൂ കേട്ടോ. ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി